സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കുക, മറ്റുള്ളവരെ വഞ്ചിക്കുക. ഈ രണ്ട് വഞ്ചനയ്ക്കും ഏറ്റവും വലിയ തെളിവാണ് ഇന്നിറങ്ങിയ ചില പത്രങ്ങളും ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തുന്ന പ്രസ്താവനകളും. തമ്മിലടിയും തർക്കങ്ങളും കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നീട്ടിക്കൊണ്ടുപോയതിന് മറ്റുള്ളവരെ വഴിയുകയാണ് ഈ പത്രങ്ങളും വി.ഡി. സതീശനും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പട്ടിക റെഡിയാണെന്ന് പ്രതിപക്ഷ നേതാവ് മുമ്പ് പറഞ്ഞിരുന്നു. അതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഡിസംബറിൽ വരും, ജനുവരിയിൽ വരും, ഫെബ്രുവരിയിൽ വരും എന്നൊക്കെ. അവസാനം അതെല്ലാം കഴിഞ്ഞ് ഇപ്പം പറഞ്ഞ് ഇപ്പോൾ വരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായി 27 മണിക്കൂറിനോ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം 15-ാം തീയതി ഞായറാഴ്ച തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞു ഇപ്പോൾ കോൺഗ്രസിൻ്റെ പട്ടിക വരാൻ പിന്നെയും 3 രാവും 4 പകലും വേണ്ടി വന്നു. ഡൽഹിയിൽ കൂട്ടയടിയായിരുന്നു. അവിടെ നമ്മുടെ പഴയ KPCC പ്രസിഡന്റും നിലവിൽ കണ്ണൂർ MP-യുമായ കെ സുധാകരൻ 3 ദിവസം റൂം അടച്ച് ആരെയും കാണാതെ അവിടെ ഇരുന്നു. ഇതെല്ലാം കഴിഞ്ഞു വൻ കോലാഹലങ്ങൾക്കും മാധ്യമങ്ങളെയും കാണാനോ രാഷ്ട്രീയം പറയാനോ മാസങ്ങളായി തയ്യാറാകാതിരുന്ന പഴയ നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയും കോൺഗ്രസിൻ്റെ അവസാന വാക്കെന്നൊക്കെ പലരും പറയുകയും ചെയ്തിരുന്ന AK ആന്റണി പുറത്തു വന്നു കെ സുധാകരന് പരസ്യമായ ഉപദേശവും നൽകി. നിങ്ങൾ കാരണം ഈ മാർക്സിസ്റ്റ് ഭരണം മൂന്നാമത് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കണം എന്നുള്ള ഒരു പരസ്യ പ്രസ്താവന AK ആന്റണി നടത്തി. ഇതെല്ലാം കഴിഞ്ഞാണ് പട്ടിക വന്നത്. ഇന്നത്തെ ഒരു പ്രധാന പത്രം പറയുന്നത് പൊട്ടലും ഇല്ല, ചീറ്റലും ഇല്ല. ഇതിൽ കൂടുതൽ എന്താണ് പൊട്ടാൻ? ഇതിൽ കൂടുതൽ എന്താണ് ചീറ്റൽ? ആ വാർത്തകൾ തന്നെ, ഈ പറയുന്ന പത്രത്തിൻ്റെ വാർത്തകൾ തന്നെ പറയുന്നുണ്ട് ഇത്രയും നീണ്ടുപോയതും LDFൻ്റെ പ്രചരണം വളരെ സുസംഘടിതമായി പോകുമ്പോൾ UDF അണികൾ നിരാശരായി ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട സ്ഥിതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ആണെങ്കിൽ ആഞ്ഞടിക്കുകയാണ്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലായിരുന്നു, ഞങ്ങളുടെ പട്ടിക എല്ലാം റെഡിയായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ അദ്ദേഹം വിടാതെ നിന്ന് പറയുകയാണ്. സത്യം എന്താണെന്ന് നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. എന്ന് മാത്രമല്ല, നാമനിർദ്ദേശ പത്രിക നൽകാൻ 2 ദിവസം മാത്രം ശേഷിക്കുകയാണ് ഈ പട്ടിക സമർപ്പണം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയത്. പക്ഷേ ജയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തങ്ങളുടെ മുഖം വെച്ച പോസ്റ്റർ മതിലിലും വലിയ ഫ്ലക്സൊക്കെ അടിക്കാൻ ഇങ്ങനെ താല്പര്യപ്പെട്ട് കിടക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ജയമൊന്നുമല്ല അവർക്ക് പ്രധാനം. അവർക്ക് ഒരിക്കലെങ്കിലും നിയമസഭയിലേക്കൊന്ന് മത്സരിക്കണം. ഈ ആഗ്രഹത്തോടെ വന്ന കോൺഗ്രസ്സുകാർക്ക് ഒരാളും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ഒരു പ്രശ്നമില്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയാൻ മോഹിച്ച ഒരാൾ ജോസഫ് വാഴക്കൻ എന്നുള്ള കോൺഗ്രസ് നേതാവ് 1 ലക്ഷം പോസ്റ്റർ അടിച്ച് പാഴയെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത്. കൊച്ചിയിലും ഒരു സ്ഥാനാർത്ഥി മോഹി പോസ്റ്റർ അടിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു സമയമില്ല, ഇനിയിപ്പം പെട്ടെന്ന് സ്ഥാനാർത്ഥിയായിട്ടങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പെട്ടെന്ന് അച്ചടിച്ചെടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ അച്ചടിച്ച് വെച്ചാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. വേറെ ആൾ കൊല്ലത്ത് മത്സരിക്കുന്ന ഒരാൾ തൊടുപുഴയിലോ എവിടെയോ പോയി പോസ്റ്ററെല്ലാം അടിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആകപ്പാട് നാദമില്ലാ കളരിയും തൊഴുത്തുൽക്കുത്തും എല്ലാമായിട്ട് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്ന കോൺഗ്രസിൻ്റെ ഈ ദയനീയ മുഖം മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. ഇതൊന്നും കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല. ഇന്നൊരു വളരെ ഒരു രസകരമല്ല, വളരെ ആകർഷകമായ, വളരെ ചിന്തോദ്ദീപകമായ ഒരു വാക്കുകൾ ഒരു വീട്ടമ്മയുടേതായി കണ്ടു. അവർ പറയുന്നു, നമ്മൾ ഓടുമേഞ്ഞ വീട് പൊളിച്ചിട്ട് നമ്മൾ വാർക്ക വീട് വയ്ക്കും, പക്ഷെ ആരെങ്കിലും വാർക്ക വീട് പൊളിച്ചിട്ട് ഓല വീട് വയ്ക്കുമോ? അതുകൊണ്ട് ഇത്രയും നല്ലൊരു സർക്കാരിനെ നമ്മൾ മാറ്റിയിട്ട് ഇതേപോലൊരു സംവിധാനത്തെ കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിക്കുമോ എന്നുള്ളൊരു ചോദ്യം. അതാണ് ആളുകളെല്ലാം മനസ്സിലുള്ളത്. ഈ കോൺഗ്രസ് കാണിക്കുന്ന കോപ്രായങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ മുഖവും ഫ്ലക്സ് അടിക്കാനും, ഇപ്പം ഒരു മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആയാലും വഴിനീള ഫ്ലക്സ് അടിച്ചു വയ്ക്കുന്ന പാർട്ടികളാണ്. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായാൽ നല്ലത്.